ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് ബിസിനസ് മൂവ്സ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം 1975 ജപ്പാനിൽ നെസ്ലെ അവരുടെ ഏറ്റവും സക്സസ്ഫുൾ കോഫി ബ്രാൻഡായിട്ടുള്ള നെസ്കഫെ കോഫി പൗഡർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഏറ്റവും മികച്ച മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ഏറ്റവും മികച്ച അഡ്വർടൈസ്മെന്റും എല്ലാം നിരത്തിയിട്ടാണ് അവർ അവരുടെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തത്. പക്ഷെ ലോഞ്ച് ചെയ്ത് വളരെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം തന്നെ അവർക്ക് മനസ്സിലായി അവർ പ്രതീക്ഷിച്ച രീതിയിൽ പ്രൊഡക്റ്റ് പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളത്. വളരെ രീതിയിലുള്ള ചർച്ചകൾ നടന്നു, പലരുമായിട്ട് ചർച്ചകൾ നടത്തി. അവസാനം അവർ മനസ്സിലാക്കി ജപ്പാനിൽ ആൾക്കാർക്ക് ചായയോടാണ് താല്പര്യം. ജാപ്പനീസ് കൾച്ചർ ചായയുമായിട്ടാണ് കണക്റ്റഡ്, കോഫിയുമായിട്ട് കണക്റ്റഡ് അല്ല. മറ്റേത് ബ്രാൻഡ് ആണെങ്കിലും ഇത്തരത്തിലൊരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കോഫി പ്രൊഡക്ഷൻ നിർത്തി അവരോടൊന്ന് പോയാണ്. പക്ഷേ നെസ്കഫെ വെച്ച് ചെയ്തത് അങ്ങനെയല്ല. ഇവിടെ മാർക്കറ്റിലേക്ക് വേണ്ട പുതിയൊരു മാർക്കറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നതായിരുന്നു അവരുടെ ആറ്റിറ്റ്യൂഡ്. ജാപ്പനീസ് കൾച്ചറുമായിട്ട് കോഫിക്ക് ബന്ധമില്ല, പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ? അവര് മാർക്കറ്റിൽ പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. കുഞ്ഞു കുഞ്ഞു ടോഫീസ്, കോഫി ഫ്ലേവേർഡ് ആയിട്ടുള്ള കുട്ടി കുട്ടി മിഠായികൾ. ഈ മിഠായി ഇവർ കുട്ടികളിലേക്ക് എത്തിക്കാൻ തുടങ്ങി. ഓട്ടോമാറ്റിക് ആയിട്ട് കുട്ടികൾ ഈ പറയുന്ന കോഫിയുടെ ഫ്ലേവറുകൾ സ്വീകരിക്കാൻ അതുമായിട്ട് ഡൈജസ്റ്റ് ആവാൻ തുടങ്ങി. അങ്ങനെ ജാപ്പനീസ് കൾച്ചറിലേക്ക് കോഫി എന്ന് പറയുന്ന ഒരു ആഡഡ് എലിമെന്റും കൂടെ അവർ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ഇല്ലാതിരുന്ന ഒരു മാർക്കറ്റിനെ പുതുതായി ഉണ്ടാക്കിയെടുത്ത് ജപ്പാനിൽ ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് കോഫി വിൽക്കുന്ന ഒരു ബ്രാൻഡായിട്ട് നെസ്കഫെ മാറി എന്നുള്ളതാണ്. So follow this page for this kind of wonderful business cheeks that makes us buy things. Thank you.